ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ബംഗ്ലാദേശിൽ ഉണ്ടായി വരുന്ന ഡെവലപ്മെൻറ്റ്സ്. ഈ പാകിസ്ഥാൻ തുടരെ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ബംഗ്ലാദേശ് സന്ദർശിക്കുന്നുണ്ട്. സുപ്രധാനപ്പെട്ട ലീഡേഴ്സൊക്കെ അവിടെ പോകുന്നുണ്ട്. അവിടെ വഖാറുസ്സമാൻ എന്ന് പറഞ്ഞ അവിടുത്തെ ആർമി ജനറലിനെ സെപ്പറേറ്റ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ താൽക്കാലിക ഉപദേഷ്ടാവായിട്ടുള്ള യൂനസിനെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നൊരു ഫോട്ടോ എടുക്കുന്നില്ല. ഈ വഖാറുസ്സമാനും ബംഗ്ലാദേശിൻ്റെ അഡ്വൈസറായിട്ടുള്ള യൂനസും തമ്മിൽ അത്ര ചേർച്ചയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. ഈ വഖാറുസ്സമാനെ ഇടയ്ക്ക് ടാർഗറ്റ് ചെയ്തിരുന്നു ഗവൺമെൻറ് തന്നെ. ഇപ്പം ഈ സിലിഗുരി ബോർഡറിൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളിക്കാരൻ ഒരു നാരോ എസ്കേപ്ഡ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം എന്തായാലും കുറച്ച് ഡേഞ്ചർ സോണാണ് ബംഗ്ലാദേശ്. കാരണം വേറെ ഒന്നുമില്ല, പാകിസ്ഥാൻ വളരെയധികം ശക്തമായിട്ട് പിടിമുറുക്കാണ് ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിന് മുമ്പ് തന്നെ കുറച്ച് ഗ്ലോബൽ ഈവൻറ്റ്സ് നമ്മൾ നോക്കാനുണ്ട്. അതായത് ബുസാനിൽ, ഇവിടെ സൗത്ത് കൊറിയയിൽ ഗ്ലോബൽ ലീഡേഴ്സൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കാനഡ, തായ്ലാൻഡ്, ഓസ്ട്രേലിയ, വിയറ്റ്നാം, ഇതേപോലത്തെ പല രാജ്യങ്ങളിലുള്ള നേതാക്കളൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏഷ്യ പസഫിക് എക്കണോമിക് കോപ്പറേഷൻ സമ്മിറ്റാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ട്രംപ് സൗത്ത് കൊറിയ സന്ദർശിക്കുന്നത്. അപ്പോൾ അവിടെ ട്രംപിനെതിരെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അത് സൗത്ത് കൊറിയൻ സിറ്റിസൺസ്, പൗരന്മാരെ വളരെ റൂഡായിട്ട് പിടിച്ച് ഡീപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് ഈ പ്രതിഷേധം. അതൊക്കെ ചെറിയ വിഷയങ്ങളാണ്. ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്നത്. ചൈനയുടെ സൈഡിൽ നിന്ന് ഒറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ചൈനയുടെ ഫോറിൻ മിനിസ്ട്രി പുറത്തുവിട്ടിരിക്കുന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ വെച്ചത്. വളരെ ചുരുക്കത്തിൽ ഷീ ജിൻപിങ് ട്രംപുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ ഒരു സിമ്പിൾ ലൈനിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അവർ പുറത്തിറക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പുറത്ത് അമേരിക്കയുടെ ഉള്ളിൽ പല മാധ്യമങ്ങളും ഇതിനെ പെരുപ്പിച്ച് എഴുതുകയാണ്. കാരണം ഇവർക്കാണ് ഇത് ആവശ്യം. ഒരു ചൈനയുടെ കാല് പിടിച്ചാണ് ഇപ്പോൾ ഒരു മീറ്റിംഗിലേക്ക് വരുത്തുന്നത്. ശരിക്കും അങ്ങനെ വേണം ഇതിനെ ഉപമിക്കാൻ. റെയർ എർത്ത് എലമെന്റ്സ് ആണ് ഇതിനകത്ത് ടോപ്പ് പ്ലെയർ. തീർച്ചയായിട്ടും മീറ്റിംഗ് കഴിഞ്ഞ ശേഷം മാത്രമേ ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിലയിരുത്തൽ നമുക്ക് നടത്താൻ കഴിയുള്ളൂ. പ്രാഥമികമായിട്ട് ഇതാണ് അവസ്ഥ. അമേരിക്കൻ സൈഡിൽ ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷകളാണ്. പക്ഷെ നേരെ മറിച്ച് ചൈനയുടെ ഉള്ളിൽ അത്രമാത്രം പ്രതീക്ഷ ഇല്ലാതാനും. ഇനി പ്രതീക്ഷ ഉണ്ടെങ്കിൽ തന്നെയും അവർ പുറത്ത് കാണിക്കാത്തതായിരിക്കാം. അത് അവരുടെ ഒരു ടാക്ടിക്സ് ആയിട്ട് കണക്കാക്കിയാൽ മതി. ഗാസയിൽ ഇന്നലെ രാത്രി ഓവർനൈറ്റിൽ ഇസ്രായേൽ അറ്റാക്ക്, IDF തുരുതര ആക്രമണം നടത്തിയിരിക്കുകയാണ്. അതിൽ 100 പേരോളം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത. ശരിക്കും ഇന്ന് രാവിലെ ഞാൻ ഇട്ട വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇന്നലെ ക്യാബിനറ്റ് മീറ്റിംഗിൽ ഗാസയ്ക്കുള്ളിൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള അപ്രൂവൽ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നെതന്യാഹു. ഒരു അപ്രൂവൽ ഇമീഡിയറ്റ് ആയിട്ട് ഇസ്രായേൽ ഗഡ്സിന് പാസ് ചെയ്ത് കൊടുക്കുകയും ഇസ്രായേൽ ഗഡ്സ് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ IDF-ന് ഉത്തരവിടുകയും അവർ എയർ സ്ട്രൈക്കാണ് നടത്തിയത്. അപ്പോൾ ട്രംപിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. പീസ് 2025 നടത്തിയ ട്രംപിൻ്റെ ഉത്തരവാദിത്തമാണ് ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ ആക്രമണം നടത്തുന്നെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അങ്ങനെ ട്രംപിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇസ്രായേൽ വീണ്ടും ഗാസയ്ക്കുള്ളിൽ ആക്രമണം നടത്തി എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്, അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ട്രംപ് പറഞ്ഞത് ഇസ്രായേലിന് ആക്രമണം നടത്താനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. സാർ, അപ്പോൾ ഈ പീസ് 2025 അതൊക്കെ നടക്കും, അത് കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ട് എന്ത് കാര്യമാണ്? ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. ഹമാസ് മസ്റ്റായിട്ട് ഡിസാം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവർ ആ രീതിയിലുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോട്ടെ. ഞാൻ 20 പോയിന്റ് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് ഫോളോ ചെയ്ത് പോട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ഹമാസുമായിട്ട് ഈ ഒരു സമാധാന കരാറിൽ ഒപ്പുവെക്കണം എന്നുള്ളത്, പിന്നെ ട്രംപിന്റെ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചില തട്ടിക്കൂട്ടൽ പരിപാടികൾ, അതങ്ങനെ കണക്കാക്കിയാൽ മതി. പുടിൻ ശക്തമായി താക്കീത് കൊടുത്തിരിക്കുകയാണ് സെലൻസ്കിക്ക്. എന്താണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ, ഈ കുപ്പിയാൻസ്ക് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തും അവിടെയാണ് ഉക്രൈൻ കുറച്ച് ലീഡിങ് നടത്തിയതായിട്ടുള്ള വാർത്തകൾ 2 ദിവസത്തിന് മുമ്പ് സെലൻസ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലീഡിങ് നടത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ റഷ്യ വെച്ചിരിക്കുന്ന ട്രാപ്പാണത്. റഷ്യയുടെ ട്രാപ്പിൻ്റെ ഉള്ളിലേക്ക് ഉക്രൈൻ്റെ സോൾജേഴ്സ്, ആയിരക്കണക്കിന് സോൾജേഴ്സ് പോയി പെട്ടിരിക്കുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ പുടിൻ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്, മീഡിയ നിങ്ങൾ വരിക, ഞങ്ങൾക്ക് അവരെ ബോംബിട്ട് കൊല്ലാനുള്ള യാതൊരു അഭിപ്രായമൊന്നുമില്ല, പിന്നെ വേണ്ടി വന്നാൽ നമുക്കത് ചെയ്യാം, പക്ഷേ അവർ ട്രാപ്ഡാണ്. അതായത് ഈ കുപ്പിയാൻസ്ക്, അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഖർസ്നോആർസ്മിക് എന്ന് പറഞ്ഞ ഒരു സ്ഥലം, ഈ 2 സ്ഥലങ്ങളും നിയർ ബൈ ഈച്ച് അതറാണ്. ഈ 2 സ്ഥലങ്ങളിലാണ് ഇവരെ വളഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 6 hours ടൈം കൊടുത്തിട്ടുണ്ട് പുടിൻ. ഈ 6 hoursന്റെ ഉള്ളിൽ സെലൻസ്കിയുടെ ഗവൺമെന്റ്, അതായത് ഉക്രൈൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ വന്ന് അവരെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മാധ്യമപ്രവർത്തകരെ വിളിച്ചിട്ട് ഈ സോൾജേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ എടുക്കാനുള്ള ഒരു അവസരം പുടിൻ ഒരുക്കും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസിക് ആയിട്ടുള്ള തീരുമാനമാണ്. അപ്പോൾ ഈ സോൾജേഴ്സ് പറയും എന്താണ് സംഗതി എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് മുമ്പേ ഇവരെ വന്ന് ഏറ്റെടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ആ ഒരു പ്രദേശം ഒഴിഞ്ഞു പോവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റഷ്യ അഗ്രസീവായിട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം ഇനിയിപ്പം സാങ്ഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് റഷ്യ തീർച്ചയായിട്ടും അങ്ങ് തകർത്ത് വെച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇനി കണ്ടറിയണം. ഇനി പറഞ്ഞിരിക്കുന്നത്, ഉക്രൈനിന് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ അവർ ഏതാണ് ലൊക്കേഷൻ പറയുന്നത് അവിടേക്ക് അയച്ചു കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ബോർഡർ വരെ ഞങ്ങൾ അവരെ ട്രാൻസ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് അയക്കാം, ജീവനോടെ അവരെ കൈമാറാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഇനി പിന്നെ എന്ത് വേണം? എന്നാലും സെലൻസ്കി സമ്മതിക്കത്തില്ല. സെലൻസ്കി എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനോടൊപ്പം നിന്നിട്ട് ഈ യുദ്ധം എങ്ങനെ നിർത്താതെ അങ്ങ് ലോങ് ടൈമിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് സെലൻസ്കിയുടെ ചിന്താഗതി. അത് നമ്മൾ പലതവണ പറഞ്ഞതുമാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇന്ത്യ ബംഗ്ലാദേശ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ പുകുന്ത് വിളയാടുകയാണ് ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ.
ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യയുടെ ഇന്റലിജൻസ് ഇതൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത്, ഞാനിവിടെ ഒരു മാപ്പ് വെക്കുന്നുണ്ട്, ആ മാപ്പ് പ്രാഥമികമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോളൂ. കാരണം ഇനി എല്ലാം തന്നെ ഈ ഒരു മാപ്പിനെ ചുറ്റിപ്പറ്റിയായിരിക്കും കാര്യങ്ങൾ വരാൻ പോകുന്നത്. അപ്പോൾ ഈ മാപ്പിൽ ഈ താഴെ കാണിച്ചിരിക്കുന്ന പോർഷൻ അർക്കൻ ആർമി. ഈ അർക്കൻ ആർമി ശരിക്കും ബംഗ്ലാദേശുമായിട്ട് ആ ഒരു കോസ്റ്റൽ ഏരിയയിൽ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബംഗ്ലാദേശിൽ ഈ കോസ്റ്റൽ ഏരിയ എന്ന് കാണിക്കുന്ന ഈ ഞാൻ ആരോമാർക്ക് കാണിക്കുന്ന ആ സ്ഥലത്ത് ഈ ബംഗ്ലാദേശിൻ്റെ കോസ്റ്റൽ ഏരിയയിൽ പെട്ട ആൾക്കാർ മീൻ പിടിക്കാൻ വരും. അതേപോലെ അർക്കൻ ആർമിയിൽ പെട്ട ആൾക്കാരും അവിടെ മീൻ പിടിക്കാൻ വരും. ഇവർ രണ്ടുപേരും തമ്മിൽ നിരന്തരം അവിടെ പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ബംഗ്ലാദേശുമായിട്ട് അർക്കൻ ആർമിക്ക് ഉണ്ട്. ഇനി മ്യാൻമറിലെ ഈ ഒരു അർക്കൻ ആർമി ഈ ഒരു കോസ്റ്റൽ ഏരിയയിലാണ് അവർ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ അർക്കൻ ആർമിക്ക് ചൈനയുടെ സപ്പോർട്ടും ഉണ്ട്. കാരണം ഈ കോസ്റ്റൽ ഏരിയയിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു സീ പോർട്ട് ചൈന പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അർക്കൻ ആർമിയുടെ സപ്പോർട്ട് അവർക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് അർക്കൻ ആർമിക്ക് ആയുധങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്, അർക്കൻ ആർമിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഇനി ഇന്ത്യ അർക്കൻ ആർമിയുമായിട്ട് ബന്ധം വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇന്ത്യ നോൺ സ്റ്റേറ്റ് ലെവലിലുള്ള ഡിപ്ലോമാറ്റിക് ചാനൽ ബാക്ക് ഡോറിൽ സംസാരിക്കാറുണ്ട്. പക്ഷെ ആയുധങ്ങൾ കൊടുക്കുന്നതായിട്ട് ഇതുവരെ ഒരു തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് ഇന്ത്യയുടെ അർക്കൻ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട നിലപാട്. ഇന്ത്യക്കുള്ള ബെനിഫിറ്റ് എന്താണ്? അർക്കൻ ആർമി അവിടെ ഉള്ളതുകൊണ്ട്, അർക്കൻ ആർമി അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഇന്ത്യക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റോഹിംഗ്യ മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട്. ഇവർ ബംഗ്ലാദേശികളാണ്. ഇവരൊരു സുപ്രഭാതത്തിൽ ബർമ എന്ന് വിളിക്കപ്പെടുന്ന ഇന്നത്തെ മ്യാൻമറിൽ കടന്നു കയറി പല വർഷങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അവരെ അവിടുത്തെ ബുദ്ധിസ്റ്റ് മോങ്കുകളൊക്കെ കൂടി ചേർന്നിട്ട് കുറച്ചൊരു 8-10 വർഷങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിലൊരു കലാപമൊക്കെ ഉണ്ടാക്കി അവരെ അടിച്ച് പുറത്താക്കിയതാണ്. അങ്ങനെ അടിച്ച് പുറത്താക്കിയ സമയത്ത് കുറേ ആൾക്കാർ ഇന്ത്യയുടെ കൊൽക്കത്ത ഭാഗത്തൊക്കെ വന്ന് താമസിക്കുന്നുണ്ട്. ചില ആൾക്കാർ, മെജോറിറ്റി ആൾക്കാർ ബംഗ്ലാദേശിൻ്റെ സൈഡിൽ വന്ന് താമസിക്കുന്നുണ്ട്. ഈ റോഹിംഗ്യ മുസ്ലിംസ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കുള്ളിലേക്ക് കടന്നു കയറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ റോഹിംഗ്യ മുസ്ലിംസ് എല്ലാം തന്നെ അഭയാർത്ഥികളായിട്ട് മാറിത്തീരും. അവർക്ക് ബംഗ്ലാദേശിലേക്ക് കടന്നു കയറുന്നതിനേക്കാളും അഭയാർത്ഥിയായിട്ട് ഇന്ത്യക്കുള്ളിൽ വന്ന് താമസിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവരുടെ ഫ്യൂച്ചറിന് നല്ലത്, അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻസിനും കാര്യങ്ങൾക്കെല്ലാം അവർക്ക് നല്ലത്. കാരണം ബംഗ്ലാദേശിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യ ബെറ്റർ ഓപ്ഷനാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് അവർ ഇന്ത്യയിലേക്ക് കടന്നു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊരു പ്രിവെൻഷൻ മെത്തേഡും കൂടിയാണ് ഈ ഒരു അർക്കൻ ആർമി. അപ്പോൾ ഈ ഒരു ടേമിലാണ് ശരിക്കും ഇന്ത്യ ഈ കോസ്റ്റൽ റീജിയനിൽ കിടക്കുന്ന അർക്കൻ ആർമിയുമായിട്ട് ഒരു ഡീലിങ്സ് നടത്തുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ ഒരു നോൺ സ്റ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ഈ അർക്കൻ ആർമിയുമായിട്ട് നടത്തുന്നത്. ഈ അർക്കൻ ആർമി UN തീവ്രവാദ പട്ടികയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സംഘടനയാണ്. ഇതും കൂടി നമ്മൾ പറയണമല്ലോ. അപ്പം ഇതാണ് അർക്കൻ ആർമിയെ കുറിച്ചുള്ള ഒരു ജിയോഗ്രഫിക്കൽ മാപ്പ്. അർക്കൻ ആർമി കമ്പാരിറ്റീവ്ലി ബംഗ്ലാദേശിനേക്കാളും വളരെ ശക്തിയുള്ള ആൾക്കാരാണ്. ബംഗ്ലാദേശ് ആർമിക്ക് അർക്കൻ ആർമിയെ ചേർത്ത് നിൽക്കാനുള്ള യാതൊരു കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെയാണ് പാകിസ്ഥാന്റെ ISIയുടെ കടന്നുവരവ്. ഇനി ഇത് കഴിഞ്ഞാൽ ജുങ്ത ഗാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ആർമിയുണ്ട്. അവരാണ് ഇപ്പം ചൈനയുമായിട്ട് ചേർന്ന് മ്യാൻമറിന്റെ ഉള്ളിൽ മേജർ പോർഷൻ അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. മേജർ പോർഷൻസ് അവരുടെ കൺട്രോളിലാണ് മ്യാൻമറിൽ. ഇത് കൂടാതെ പീപ്പിൾ ഡിഫൻസ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ടീം കൂടിയുണ്ട്, ഒരു ചെറിയ ടീം. അവരും ഈ ഒരു മ്യാൻമറിൽ തന്നെയുള്ള ടീമുകളാണ്. അപ്പം 2 ദിവസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിന്റെ മേജർ ജനറൽ SM കമറുൽ ഹസൻ പുള്ളിക്കാരൻ ഒരു പ്രസ്താവന പുറത്തിറക്കുകയാണ്. പുള്ളിക്കാരനാണ് ഈ അർക്കൻ ആർമിയുമായിട്ട് ബംഗ്ലാദേശ് നേരിടുന്ന എന്തെല്ലാം ചാലഞ്ചസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ പുള്ളി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ആ രാജ്യത്തിന്റെ ഉള്ളിൽ ഈ അർക്കൻ ആർമിക്കെതിരെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാണ്. അതാണ് പുള്ളി ചെയ്തത്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പാകിസ്ഥാന്റെ ആർമിയിലെ ഒരു മേജർ ജനറലായിട്ടുള്ള ഷഹീർ ഷംഷാദ് എന്ന് പറഞ്ഞ ഒരു ആർമി ഓഫീസർ ബംഗ്ലാദേശിലേക്ക് വരുന്നുണ്ട്. വലിയ ടീമായിട്ടാണ് വന്നത്. ഈ ടീം വന്നിട്ട് വക്കാറുസമാനെ സെപ്പറേറ്റ് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ചീഫ് അഡ്വൈസർ ആയിട്ടുള്ള യൂനസിനെ സെപ്പറേറ്റ് കാണുന്നുണ്ട്. ഓക്കെ, ഇവർ തമ്മിൽ എന്താണ് ചർച്ച, എന്ത് ഡീറ്റെയിലിംഗ് ആണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു വിവരമില്ല. പക്ഷേ അവിടെ നടക്കുന്ന കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം പാകിസ്ഥാൻ വെച്ചിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ അർക്കൻ ആർമിയെ നേരിടാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശിനെ സഹായിക്കാം. പക്ഷെ അതേസമയം ഈ ബോർഡർ ഏരിയയിൽ, ഇവിടെ ഇന്ത്യയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ബോർഡർ ഏരിയയിൽ ശരിക്കും പാകിസ്ഥാന് വേണ്ട കാര്യങ്ങളൊക്കെ ബംഗ്ലാദേശ് ഒന്ന് കണ്ണടച്ചു കൊടുക്കണം. സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഡീലിങ്സ്, ഈ ആർമി ജനറൽ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവിടെ തീവ്ര നിലപാടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അതിലൊന്ന് ഈ ജയ്ഷ് ഇ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടല്ലോ, ആ സംഘടനയുടെ തലപ്പത്തുള്ള ഹാഫിസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഈ ഹാഫിസിന്റെ സെക്കൻഡ് ലെവലിലുള്ള വ്യക്തി, ഈ ജയ്ഷ് എന്ന് പറഞ്ഞ ആ സംഘടനയിൽ തന്നെയുള്ള 2ാം റാങ്ക്, ഹാഫിസ് കഴിഞ്ഞാൽ ഇവനാണ് എലാഹി ഷഹീർ. ഈ എലാഹി ഷഹീർ എന്ന് പറഞ്ഞവൻ ഡാക്കയിൽ വന്ന് പ്രസംഗിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ബോർഡർ ഏരിയയിൽ ഒരു സ്ഥലത്ത് ഇവൻ പ്രസംഗം നടത്തുകയാണ്. ഈ പ്രസംഗം എന്ന് പറയുന്നത് തീവ്ര നിലപാടുള്ള ആന്റി ഇന്ത്യ പ്രൊപ്പഗൻഡ പരത്തുന്ന രീതിയിലുള്ള പ്രസംഗമാണ് കാഴ്ചവെച്ചത്. പിന്നെ ബംഗ്ലാദേശ് ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള തീരുമാനമാണ്. യൂനസ് ആ രാജ്യത്തിനെ ഒരു ഇസ്ലാമിക തീവ്രവാദ രാജ്യമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സാക്കിർ നായിക് എന്ന് പറഞ്ഞ വ്യക്തിയെ ബംഗ്ലാദേശിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇനി ബംഗ്ലാദേശിൽ ഒട്ടാകെ പുള്ളിയുടെ പ്രബോധനങ്ങൾ കൊടുക്കണം, പ്രചരിപ്പിക്കണം. പുള്ളിക്കാരൻ്റെ ആ ഒരു ടോക്ക്, പുള്ളിക്കാരൻ്റെ പ്രബോധനം കൊണ്ട് മതം ഇങ്ങനെ കിടന്ന് തിളയ്ക്കണം എന്നുള്ള രീതിയിൽ മെസ്സേജൊക്കെ കൊടുത്തിട്ടാണ് സാക്കിർ നായിക്കിനെ കൊണ്ടുവരാൻ പോകുന്നത് ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ. ഈ സാക്കിർ നായിക്കിനെ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ ഉള്ളിലേക്ക് ബാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇയാളുടെ വിദ്വേഷ പ്രസംഗം കേട്ടിട്ട് കാനഡയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് വന്ന 2 എഴുത്തുകാരെ, ആ എഴുത്തുകാരന്റെ ഭാര്യ നോക്കി നിൽക്കുക, ആ എഴുത്തുകാരനെ ഫ്രണ്ടിൽ തന്നെ വെച്ച് കൊലപ്പെടുത്തിയ കേസുമായിട്ട് ബന്ധപ്പെട്ട ആ പിടിക്കപ്പെട്ട പ്രതി പറഞ്ഞ പേര് സാക്കിർ നായിക്കിന്റെയാണ്.
മതപരമായ തീവ്രവാദ പ്രവർത്തനത്തിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രസംഗം നടത്തിയതിന്റെ പേരിലാണ് സാക്കിർ നായിക്കിനെ ബംഗ്ലാദേശിന്റെ ഉള്ളിലേക്ക് ബാൻ ചെയ്തിരിക്കുന്നത്. ഈ വ്യക്തിയെ വീണ്ടും ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരുന്നു എങ്കിൽ മുഹമ്മദ് യൂനസിന്റെ ഉദ്ദേശം എന്താണ്? തീർച്ചയായിട്ടും നല്ല ഉദ്ദേശമല്ല, അത് വളരെ വ്യക്തമാണ്. യൂനസ് ആണെങ്കിൽ തികഞ്ഞ LET ഭക്തനാണ്. LET എന്ന് പറഞ്ഞാൽ അറിയാലോ, ലഷ്കർ എ തോയ്ബയുമായിട്ട് നല്ല രീതിയിൽ ബന്ധമുള്ള ആളാണ്, ISIയുമായിട്ട് മികച്ച ബന്ധത്തിലുമാണ്. അപ്പോൾ ഈ LETയും ഈ ജയ്ഷും ഈ ബംഗ്ലാദേശും ISIയും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ARSA എന്നാണ് ഈ ഗ്രൂപ്പിന്റെ പേര്. ഈ ഗ്രൂപ്പ് എന്തിനാണെന്ന് പറഞ്ഞാൽ അർക്കൻ ആർമിയെ ചേർത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പാണ്. അതേസമയം മറ്റൊരു ഗ്രൂപ്പും കൂടി ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്, അത് റോഹിംഗ്യൻ ഫ്രീഡം മൂവ്മെന്റ്. ഇങ്ങനെ 2 ഗ്രൂപ്പ് ഇവർ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ 2 ഗ്രൂപ്പുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അർക്കൻ ആർമിക്കെതിരെ പൊരുതാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലാണ് ഇവർ ഈ സംഘടിച്ചിരിക്കുന്നത്. ഇവരുടെ കൂട്ടായ്മയുടെ പിക്ചേഴ്സ് ഒക്കെയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഈ ഒക്ടോബർ മാസം മുഴുവനും അവർ സെലിബ്രേഷൻ മന്തായിട്ടാണ് അവർ കഴിച്ചു കൂട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ബംഗ്ലാദേശിലുള്ള ഒരുപാട് ആൾക്കാരെ ഈ അർസായുടെ കീഴിൽ കൊണ്ടുവന്നിട്ട് എതിരെ പൊരുതാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ബംഗ്ലാദേശിന്റെ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്, അവിടെ ഭരണകൂടമൊന്നുമില്ല, ഈ യൂനസ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് നിങ്ങൾ വായും പൂട്ടി അവിടെ ഇരുന്നാൽ മതി, കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിന്റെ കംപ്ലീറ്റ് കൺട്രോൾ ഇപ്പം പാകിസ്ഥാന്റെ കീഴിൽ വന്നിരിക്കുകയാണ് ഈ ഒരു മേഖലയിൽ. അപ്പോൾ ഈ അർക്കൻ ആർമി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ഇന്ത്യക്ക് സംഭവിക്കാൻ പോകുക എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഓർത്തുകൊണ്ട് വേണം ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഈ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉൾക്കൊള്ളാൻ. എന്നാൽ മാത്രമേ ഇതിന്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇതിനെ തുടർന്ന് ഇന്ത്യ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഇന്ത്യ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഉത്തരവ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ബംഗ്ലാദേശുമായിട്ട് നമ്മൾ 2 റെയിൽ പ്രോജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 പ്രോജക്റ്റുകളും ഇന്ത്യ ഹാൾട്ട് ചെയ്യാൻ പോവാണ്. ഇന്ത്യ ഈ റെയിൽവേ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നില്ല. അതായത് ഈ റെയിൽവേ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ ഗാർമെന്റ് തൊഴിലാളികൾക്ക് ഒരുപാട് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അവരുടെ ഗാർമെന്റ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവർക്ക് ഇന്ത്യക്കുള്ളിൽ എത്തിയിട്ട് അവർക്ക് ഇന്റർനാഷണൽ ഷിപ്മെന്റ് നടത്താവുന്ന രീതിയിലാണ് ഈ റെയിൽവേ റൂട്ടെല്ലാം പ്ലാൻ ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ ഇന്ത്യ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രോജക്റ്റ് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാണ് ഇന്ത്യ ഇപ്പം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശുമായിട്ടുള്ള എല്ലാവിധ കമ്മ്യൂണിക്കേഷൻസും നിർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഡിപ്ലോമാറ്റ്സ് അവിടെ ഉണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ പണ്ടത്തെ പോലെ ശക്തമായ രീതിയിൽ അവിടെ ഇടപെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതാണ് നിലവിൽ ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കളികൾ. അതായത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് പാകിസ്ഥാനെതിരെ അഫ്ഗാനിസ്ഥാനെ പറഞ്ഞേക്കുന്നു എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ട്. അതൊരു പരിധിവരെ അക്സെപ്റ്റബിളുമാണ്, കാരണം അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. പക്ഷേ അതേസമയം അവർ ബംഗ്ലാദേശിനെ ഒരു പ്രോക്സിയാക്കി മാറ്റിക്കൊണ്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാം എന്നുള്ള നിലയിലാണ് ഇപ്പം പാകിസ്ഥാന്റെ ISI തീരുമാനിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്ന് ഏഷ്യൻ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.